നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഈ പൊരുത്തത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പൊരുത്തം നമ്മൾ കല്യാണത്തിന് മുമ്പ് ഈ 10ൽ 10 പൊരുത്തമൊക്കെ നോക്കുമല്ലോ, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാര്യവുമില്ല. അതായത് യോനി പൊരുത്തം, മനപ്പൊരുത്തം, ഈ 2 പൊരുത്തം എനിക്കറിയാം. ബാക്കിയുള്ള 8 പൊരുത്തം മറന്നുപോയി. അതൊന്നും അറിയാന്നുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നവരാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വക്കീലാണ്. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഞാൻ ഫുള്ള് ഹിസ്റ്ററി അതിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ 10ൽ 10 പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നവരാണ് ഒരുപാട് ഡിവോഴ്സ് ആവണത്. 10ൽ 10 പൊരുത്തവും 100 പവനും കാറും വീടും കൊടുത്തവർ ഒരു വർഷം കൊണ്ട് അടിച്ച് പിരിയണം. പിന്നെ 10ൽ 10 പൊരുത്തം നോക്കി കല്യാണം കഴിഞ്ഞു, പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റായി, വരനും വധുവിനും പരിക്ക്. പിന്നെ രണ്ടാമത് മാരേജ് കഴിഞ്ഞു, അടുത്ത ദിവസം സിനിമയ്ക്ക് രാത്രി ബൈക്കിൽ പോയി ഒരു പട്ടി പുറകെ ചാടി ആക്സിഡൻ്റായി, വരൻ്റെ കാലൊടിഞ്ഞ് 2 മാസം അതും കിടപ്പിലായി. അപ്പോൾ ഈ പൊരുത്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ആയിട്ടുള്ളത് ഈ 10ൽ 10 പൊരുത്തം നോക്കി കല്യാണം കഴിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിൻ്റെ വക്കിലും ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ചിലർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ നോക്കുന്നില്ല. അവർ കൊടുക്കൽ വാങ്ങലുകൾ ഇതൊക്കെ നോക്കിയിട്ട് കിട്ടുന്നവരുണ്ട്. കൂട്ടുകാരെ, ഈ ലൈഫ് എന്ന് പറഞ്ഞ അഭിനയമാണ്. അതായത് നമ്മൾ ഈ സീരിയലൊക്കെ കാണും പോലെ സെയിം പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇത് പുറത്തൊന്നും അറിയുന്നില്ല. എല്ലാവരും അതൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ അഭിനയിച്ച് അങ്ങ് പോകുന്നതേ ഉള്ളൂ. മനസ്സിലാവണ്ട, എല്ലാവരും അഭിനയമാണ്. നമ്മൾ ഓവറായിട്ട് ഇപ്പം മാരേജ് കഴിച്ചിട്ട് ആർക്കും ഓവറായിട്ട് ഒരു പ്രതീക്ഷയും കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു, പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ പെർഫോമൻസും എല്ലാ കാര്യങ്ങളും ഡൗണായി വരും. അതുകൊണ്ട് ആർക്കും ഒരു ഓവർ പ്രതീക്ഷയും കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ പെട്ടുപോണത് ഈ ആണുങ്ങളാണ്. അതായത് അമ്മയെ കയറിയണം, ഭാര്യയെ കയറിയണം, മക്കളെ കയറിയണം, ജോലിയുടെ പ്രഷറും അങ്ങനത്തെ 100 കൂട്ടം പ്രശ്നങ്ങൾ. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവില്ല. എന്ന് വെച്ചാൽ ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ കണ്ടു വളർന്നത് അച്ഛൻ, അമ്മ അച്ഛന് കൊടുക്കുന്ന കെയർ. ഇപ്പോഴും 41 വർഷമായി. അപ്പം നമ്മളെ മനസ്സിൽ ആഗ്രഹം എന്താണ്? അമ്മയെപ്പോലെ നല്ലൊരു സ്ത്രീ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും പ്രതീക്ഷിക്കരുത് കൂട്ടുകാരെ, കിട്ടില്ല. അത് പണ്ടുള്ളവർ എന്നിട്ടും രാവിലെ എണീച്ച് കുളിച്ച് ഭർത്താവിൻ്റെ കാലത്തൊട്ട് തൊഴുത് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്, അതൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. തിരിച്ച് ഓപ്പോസിറ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലൈഫ് ഒന്നേ ഉള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല എങ്കിൽ ഡിവോഴ്സ് എങ്ങനെ ചെയ്യുക. മ്യൂച്വൽ ഡിവോഴ്സ് വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ആവും. പിന്നെ ഈ കൊടുക്കൽ വാങ്ങൽ, സ്വർണ്ണം, അങ്ങനത്തെ കേസ് പറയുമ്പോൾ അത് വർഷങ്ങൾ നീണ്ട് നിങ്ങളുടെ ലൈഫ് വെറുതെ പോകും. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം പണ്ടുള്ള ആൾക്കാർ ഭർത്താവ് ദേഷ്യം വന്ന് അടിയോ അല്ലെങ്കിൽ ചീത്ത എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള സ്ത്രീകൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് പോകാൻ വീടില്ല, ജോലിയില്ല, ഭർത്താവിൻ്റെ ഒറ്റ വരുമാനത്തിനാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ 40, 45, 50 വർഷമൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ ഉടനെ ഡിവോഴ്സ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഡിവോഴ്സ് ആയതൊന്നും വിഷമിക്കരുത്. നിങ്ങൾ അടുത്ത ഓപ്ഷൻ പെണ്ണ് കിട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, 60 അല്ലെങ്കിൽ 70 വയസ്സ് വരെ എൻജോയ് ചെയ്ത് അങ്ങ് ജീവിക്കുക. അല്ലാതെ പോരെ കുറിച്ച് നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല കൂട്ടുകാരെ. ജീവിക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇപ്പം സപ്പോസ് ഞാനാവാം, നിങ്ങളാവാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ബിസിനസ്സൊക്കെ നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സൊക്കെ നടത്തി പൊളിഞ്ഞ് പാതാളത്തിലാവണ സമയത്ത് ഭാര്യമാർ ഇട്ടിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കൈത്താങ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാക്ക് പറയില്ല. അതിൽ തകർന്ന് അവൻ ഡിപ്രഷൻ അടിച്ച് ഒന്നി ആത്മഹത്യ, അല്ലെങ്കിൽ ആ ലെവലങ്ങ് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പൊരുത്തം ഒരു കാര്യമില്ല. ഈ ജോത്സ്യന്മാരെ അവർ 10 പൊരുത്തമുണ്ട്. ഇതിൽ മെയിൻ യോനി പൊരുത്തം, മനപ്പൊരുത്തം.
ഇത് രണ്ടും മതി. എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റിൽ ലൈഫ് മുന്നോട്ട് പോവുക. ഓക്കെ, ശുഭദിനം. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിക്കുക. നിങ്ങൾ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, എന്തുകൊണ്ട് ചെയ്തു, പക്ഷെ നിങ്ങളുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു ടൈം കണ്ടെത്തി എൻജോയ് ചെയ്ത് പോവുക. താങ്ക് യു.